ദേവസ്വം ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയില്ലാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന ഹൈക്കോടതി. 2019 കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളല്ല തിരിച്ചു കൊണ്ടുവന്നത് എന്ന സംശയം. ദ്വാരപാലക പാളികൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഗൗരവമായ ക്രിമിനൽ കുറ്റമെന്നും കോടതി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, കോടതി തന്നെ ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്ന് ആദ്യം മുതൽ കോടതി പ്രകടിപ്പിക്കുന്ന സംശയമാണ്. അതിനെ സാധൂകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ കൂടി കോടതിയുടെ മുന്നിൽ വരുമ്പോൾ എത്രത്തോളം ഗൗരവകരമായി വിഷയത്തെ സമീപിക്കുന്നുണ്ട് കോടതി? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ വിശദമായ ഇതുവരെ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടും ഒപ്പം തന്നെ അടച്ചിട്ട കോടതിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ ബ്രീഫിംഗും അടിസ്ഥാനമാക്കിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്നലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവെന്ന് പറയുന്നത് ശരിക്കും ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ്. ശബരിമലയിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന അതിൻ്റെ വ്യക്തമായ സൂചന ഈ റിപ്പോർട്ടിലുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകൾ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരിയുടെ സഹായത്തോടെ സ്വർണം ഉരുക്കി മാറ്റി അത് ഗോവർദ്ധന് വിറ്റു എന്നൊരു കേസായിരുന്നു നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ പുറത്തു വന്നിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് വിപുലമായ ഒരു കൊള്ളയാണ്, അതിന് അന്താരാഷ്ട്ര തലങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ ഹൈക്കോടതി ഒരു ഉത്തരവാണ് പുറത്തിറക്കിയത്. മാത്രമല്ല 2019 ദേവസ്വം ബോർഡിനൊപ്പം 2025 ദേവസ്വം ബോർഡിനും ക്രിമിനൽ കുറ്റം ചുമത്താവുന്ന രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഈ കൊള്ളയിലുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തവും. ഇതിൽ 4 തലക്കെട്ടുകൾ: ഫെയിലിയർ ടു കീപ് ദ മിനിറ്റ്സ് ബുക്ക് ഇൻ ഓർഡർ, അതുപോലെ തന്നെ ദ റീപ്ലേസ്മെന്റ് ഓഫ് മെയിൻ ഡോർ ടു ദ ശ്രീകോവിൽ, മറ്റൊന്ന് ദ ഫർദർ ഇറഗുലാരിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദ്വാരപാലകാസ് ഇൻ 2025. അതിനൊപ്പം ദി സയന്റിഫിക് നീഡ് ടു കണ്ടക്ട് എ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനെ 4 തലക്കെട്ടുകൾ. ഈ 4 തലക്കെട്ടുകളിൽ വിശദമായ കാര്യങ്ങൾ ഇതുവരെ എന്താണ് ശബരിമലയിൽ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് 2019 മുതൽ 2025 വരെ സംഭവിച്ചത് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ദ ഫർദർ ഇറഗുലാരിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദ്വാരപാലകാസ് ഇൻ സെപ്റ്റംബർ 2025 എന്ന് പറയുന്ന തലക്കെട്ടിലുള്ള കാര്യങ്ങൾ അതിഗൗരവമാണ്. കാരണം 2024-ലും 2025-ലും PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് വിശദമായി കോടതി പറയുന്നുണ്ട്. 2019 ഗോൾഡ് പൂശി അവിടെ കൊണ്ടുവച്ചിരുന്ന ഉരുപ്പടി, അതായത് ദ്വാരപാലക പാളികളും ശ്രീകോവിലിന്റെ വാതിലും ഒക്കെ, അത് വീണ്ടും എടുത്തുകൊണ്ട് പോകാൻ 2024 ശ്രമം തുടങ്ങി എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ നൽകിയതാണ്. പക്ഷെ അതെന്തുകൊണ്ടോ അത് നടന്നില്ല എന്നുള്ളത് വരെ നമുക്ക് വ്യക്തമായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ കോടതി ഉത്തരവിനകത്ത് വിശദമായി തന്നെ അതെന്താണ് സംഭവിച്ചത് എന്നും കോടതി അതിലുള്ള നിരീക്ഷണവും വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 നടന്നത് വലിയൊരു നാടകമാണ്. അത് ഹൈക്കോടതി അടക്കം കണ്ണ് കെട്ടിക്കൊണ്ട് ഈ ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിന്റെ റിഹേഴ്സലായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് കോടതി അതിനെ കാണുന്നത്. കാരണം 2024 പെട്ടെന്ന് ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ ഒരു കത്ത് ദേവസ്വം സെക്രട്ടറിക്ക് ലഭിക്കുകയാണ്. ദ്വാരപാലക പാളികൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു, അതിന്റെ പ്ലേറ്റിംഗ് ഒക്കെ പൊട്ടിയിരിക്കുന്നു, ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തണം. അപ്പോൾ ദേവസ്വം പ്രസിഡന്റ് നിർദ്ദേശമുണ്ട് എന്ന കത്തിൽ പറയുന്നു. അതായത് 2024 വൃശ്ചിക മണ്ഡലകാല പൂജയ്ക്ക് തൊട്ടുമുമ്പ് തന്നെ ഈ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന ദേവസ്വം പ്രസിഡന്റിന്റെ നിർദ്ദേശമുണ്ട് എന്നും ആ കത്തിൽ പറയുന്നതായി കോടതി പറയുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ അതിവേഗത്തിൽ നടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകാനുള്ള നടപടികൾ നടക്കുന്നു. അങ്ങനെയുള്ള അനുമതി കത്ത് തയ്യാറാകുന്നു. ഒടുവിൽ നവംബറിന് തൊട്ടു മുമ്പ് ദേവസ്വം ബോർഡിന്റെ അനുമതി ലഭിക്കുന്നു. പക്ഷേ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആകുന്നു. പക്ഷെ ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്നില്ല. എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്നതിൻ്റെ ഉത്തരം കോടതി തന്നെ പറയുന്നുണ്ട്. അവിടെ നടന്നിരിക്കുന്നത് ആ തിടുക്കമെല്ലാം അത് വ്യാജ തിടുക്കമായിരുന്നു, അത് കെട്ടിച്ചമച്ച തിടുക്കമായിരുന്നു. അത് ശബരിമലയിൽ ഏതൊക്കെ നിരീക്ഷണ കണ്ണുകളാണുള്ളത്, ആ നിരീക്ഷണ കണ്ണുകളെയൊക്കെ വെട്ടിക്കാനുള്ള ഒരു റിഹേഴ്സൽ പോലെയാണ് ആ നടപടികൾ നടന്നത്. അതിൻ്റെ ബാക്കി 2025 നടക്കുന്നു. ഇതേ നടപടികൾ വീണ്ടും ഇതേ വേഗത്തിൽ 2025 നടക്കുന്നു. എന്നിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 2019 നടന്നതൊന്നും 2025 നടന്നിട്ടില്ല എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആത്മവിശ്വാസത്തിന് നേരെയാണ് കോടതി ആ പരാമർശങ്ങൾ നടത്തുന്നത്. അങ്ങനെ തെളിയുകയാണെങ്കിൽ എന്നെയും പ്രതിയാക്കട്ടെ എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആത്മവിശ്വാസം. ഈ ആർക്കോ വേണ്ടിയുള്ള കൃത്രിമമായ തിടുക്കം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അതിൽ 2025 ഈ ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പൂർത്തിയായി കഴിയുമ്പോൾ കോടതി നിരീക്ഷിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയെ അറിയിക്കാതെ
അതിനൊപ്പം തന്നെ ദേവസ്വം മാനുവലിൽ ഉള്ള പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന ഈ ചട്ടം ലംഘിക്കുവാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളാണ് ഈ കണ്ട നടപടികൾ എല്ലാം എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. പിന്നീട് ഒരു കാര്യം പ്രധാനപ്പെട്ട ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം കോടതി നിരീക്ഷിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതിൻ്റെ പിന്നിൽ എന്തിനാണ് ഇവരിത് എടുത്തുകൊണ്ട് പോയത്? അത് അന്താരാഷ്ട്ര ഈ പൗരാണിക സ്വഭാവമുള്ള വസ്തുക്കൾ വിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ബ്ലാക്ക് മാർക്കറ്റുകളുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള സംശയമാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അസ്വാഭാവികമായൊരു സ്വാതന്ത്ര്യം ശബരിമല സന്നിധാനത്ത് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല അതിന് ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ ഒത്താശ അയാൾക്കുണ്ടായിരുന്നു. ആ ഒത്താശയും സ്വാതന്ത്ര്യവും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് കോടതി ധരിക്കുന്നത് അവിടുത്തെ എല്ലാ ഉരുപ്പടികളുടെയും അളവുകോലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ എല്ലാം അച്ചും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ എടുത്തുകൊണ്ടുപോയ പകർപ്പുകൾ അല്ലെങ്കിൽ ആ അളവുകൾ വെച്ച് പുതിയ പകർപ്പുകൾ ഉണ്ടാക്കിയാൽ അതിന് അന്താരാഷ്ട്ര പൗരാണിക ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിൽ കോടികൾ വില കിട്ടും എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. ഇത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കുറ്റവാളിയുടെ മോഡസ് ഓപ്പറാൻഡിക്ക് തുല്യമാണ് എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, SIT ചില ഇൻപുട്ടുകൾ കോടതിക്ക് നൽകിയിട്ടുണ്ട്. ആ ഇൻപുട്ടിൽ നിന്നാണ് കോടതി ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള അനുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് നമ്മൾ നേരത്തെ ധരിച്ചതുപോലെ ഇത് ഉരുക്കി ഗോവർദ്ധന വിറ്റ കേസല്ല ഇത്. പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഇരിക്കുന്ന ദ്വാരപാലക പാളികളുടെയും ശബരിമല സന്നിധാനത്തെ ഓരോ ഉരുപ്പടികളുടെയും അളവെടുത്ത് കൊണ്ടുപോയി ഹൈദരാബാദിൽ അതിൻ്റെ പകർപ്പ് ചെമ്പിലെടുത്ത് സ്വർണം പൂശി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊടുത്തുവിടുന്ന ഒരു കൊടും കുറ്റവാളിയാണെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അതിനൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ വീഴ്ച ഇങ്ങനെ ഒരു കഥയ്ക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയ്ക്കാണ് കൂടുതൽ ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റിലോ ഒന്നും ഇത് കൊണ്ടെത്തിച്ചു അതിന്റെ കണ്ണികളെ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അയാൾക്ക് 15 ലക്ഷം രൂപയുടെ തെഫ്റ്റ് താൻ ചെയ്തു എന്ന് അംഗീകരിക്കുക എന്നുള്ളതായിരിക്കും കൂടുതൽ എളുപ്പ വഴി. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ആ കുറ്റം ഏൽക്കുകയും ഒപ്പം ഞങ്ങൾ ഉരുക്കി മാറ്റി എന്ന് പങ്കജ് ഭണ്ഡാരയുടെ മൊഴി നൽകുകയും ഒടുവിൽ ഗോവർദ്ധൻ കുറെ സ്വർണവുമായിട്ട് രംഗപ്രവേശം ചെയ്യുകയൊക്കെ ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോവർദ്ധനെ ഈ SIT അങ്ങോട്ട് പോയി പിടിക്കുകയോ കണ്ടെത്തുകയോ അവിടെ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞ് റിക്കവറി ചെയ്യുകയോ ചെയ്തതല്ല. ഗോവർദ്ധൻ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് എനിക്കാണ് വിറ്റത്, എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, വന്നെടുത്തോളൂ എന്ന് പറഞ്ഞത്. പക്ഷേ അത് നിയമപരമായി അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായി SIT അതിൻ്റെ വഴിക്ക് തന്നെ പോവുകയും ചെയ്യും. പക്ഷേ അവിടെ വേറൊരു വഴി തുറന്നു കിട്ടുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആരാണ് ഗോവർദ്ധനെ നിയോഗിച്ചത്, ഗോവർദ്ധൻ അങ്ങനെ വരാൻ കാരണം എന്താണ് എന്നൊക്കെയുള്ള വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ടാകാം. അതിന്റെ ഭാഗമായി നൽകിയ റിപ്പോർട്ടിൽ കൂടെയാകാം ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയത്. നോക്കൂ, ഈ ശ്രീകോവിലിന്റെ വാതിൽ അതിൽ കോടതി സംശയം പ്രകടിപ്പിക്കാനുള്ള കാരണം നമ്മൾ ഇന്നലെ കോടതി പറഞ്ഞിരുന്നു. ശ്രീകോവിലിന്റെ വാതിൽ നേരത്തെ 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണ്. അതാണ് പിന്നീട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി മാറ്റിയത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് പുതിയ വാതിലാണ്. അപ്പോൾ പഴയ വാതിൽ എവിടെ? അത് സ്ട്രോങ് റൂമിലുണ്ട് എന്നായിരുന്നു നേരത്തെ പലരും പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിജിലൻസുമായി ബന്ധപ്പെടുമ്പോൾ അവരും പറയുന്നത് സ്ട്രോങ് റൂമിലുണ്ട്, പഴയ വാതിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കോടതി അവിടെ സംശയം പ്രകടിപ്പിക്കുന്നു. അതിന്റെ കാരണം ഈ പഴയ വാതിൽ എന്ന് പറഞ്ഞ് പൊതിഞ്ഞു കെട്ടിവെച്ച ഒരു സാധനം കണ്ടുകിട്ടുന്നത് ഏറ്റവും അടുത്ത കാലത്താണ്. അത് ശബരിമലയിലെ അഷ്ടാഭിഷേകം കൗണ്ടറിലാണ്. അഷ്ടാഭിഷേകം കൗണ്ടറിൽ അത് കണ്ടുകിട്ടുന്ന എപ്പോഴാണ്? ഈ സംഭവങ്ങളെല്ലാം വിവാദമായി വിജിലൻസ് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് അഷ്ടാഭിഷേകം കൗണ്ടറിൽ ഈ ഗോൾഡ് പ്ലേറ്റഡ്, അതായത് ഗോൾഡ് ക്ലാഡഡ് വാതിൽ കണ്ടെത്തുന്നതെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അതിൽ ദുരൂഹതയുണ്ട്. അവിടെ അത് കൊണ്ടുവച്ചതാണോ? അത് വിജയ് മല്യ പൊതിഞ്ഞ ആ വാതിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എടുത്തു കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ അഷ്ടാഭിഷേകം കൗണ്ടറിന്റെ ഭാഗത്ത് ഒരു വാതിൽ തൽക്കാലത്തേക്ക് കൊണ്ടുവച്ച് രക്ഷപ്പെടുകയാണോ ചെയ്തത് എന്നുള്ള സംശയമാണ് കോടതി ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും 4 കിലോയിലധികം സ്വർണം ക്ലാഡ് ചെയ്ത വാതിൽ അത് മാറ്റി പുതിയ വാതിൽ സ്ഥാപിക്കുമ്പോൾ ആ വാതിൽ എന്തുമാത്രം സ്വർണ്ണം ഉണ്ടെന്ന് ആലോചിക്കണം. അത് നേരെ വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ വാതിലെന്ന് പറയുന്നത് കണ്ടെത്തുന്നത് അഷ്ടാഭിഷേകം കൗണ്ടറിലാണ്. അത് ഏറ്റവും ഒടുവിൽ വിജിലൻസിന്റെ അന്വേഷണം തുടങ്ങുമ്പോൾ മാത്രമാണ്. അപ്പോൾ എത്രയോ വർഷമായി, 2019 മാർച്ചിൽ മാറ്റിയ വാതിലാണ്. അപ്പോൾ പഴയ വാതിൽ അത്രയും ദിവസം അഷ്ടാഭിഷേകം കൗണ്ടറിൽ ഇത്രയും കാലം സുരക്ഷിതമായി കിടന്നു. അതാരും ശ്രദ്ധിച്ചില്ല. ഇത്രയും വലിയ തങ്കമുള്ള ഒരു വാതിൽ അവിടെ അലക്ഷ്യമായിട്ടിരുന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്ന വാദങ്ങൾ സംശയത്തിൽ തന്നെയാണ് കോടതി എടുക്കുന്നത്. മാത്രമല്ല ഈ അഷ്ടാഭിഷേകം കൗണ്ടറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അഷ്ടാഭിഷേകം എന്ന് പറയുന്ന വഴി അതിലേക്ക് അടക്കം വരാം.